അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തുള്ള റബ്ബ് നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാരോടാണ്? നിസ്കരിക്കുന്നവരോടാണോ? അല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം തഹജ്ജുദ് നിസ്കരിക്കുന്നവരോടാണോ? അല്ല. പിന്നെ ആരോട്? സകാത്ത് കൊടുക്കുന്നവരോടോ സദഖ കൊടുക്കുന്നവരോടോ? അല്ല. അല്ലാഹു ഏറ്റവും സ്നേഹിക്കുന്നത് അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്നവർ ആരാണ്? അവരോടാണ് അല്ലാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകളോടാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹ്. ജനങ്ങളിൽ നിന്ന് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നതാരെ? നമ്മളൊക്കെ സദസ്സിൽ കുറെ ആളുകൾ നോക്കിയിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും പടച്ചോൻ ഇഷ്ടപ്പെടുന്നത് ആരായിരിക്കും? നമ്മുടെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ വർക്ക്, സാമൂഹിക സേവനം ചെയ്യുന്ന ആളുകൾ, പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ, ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഇഖ്ലാസോടുകൂടി പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് അവരോടായിരിക്കും അല്ലാഹുവിന് ഇഷ്ടമുണ്ടാവുക. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. അതുകൊണ്ട് വെറും തസ്ബീഹ് മാല മാത്രം പിടിച്ച് ജീവിക്കരുത്. വെറും നിസ്കാരം, പള്ളി ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിക്ക് പോവാ, തിരിച്ചു വരിക, ഞാൻ എന്റെ കുടുംബം, ഇത് മാത്രമായിട്ട് ജീവിതം ഒതുക്കരുത്. ഒന്ന് പൊതുജനങ്ങളിലേക്ക്, നാട്ടിലേക്ക്, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുക, സാമൂഹിക സേവനം ചെയ്യുക, ജനങ്ങളെയൊക്കെ സഹായിക്കുക, ജനങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുക, പൊതുപ്രവർത്തനങ്ങളിൽ, ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാവുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ, അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അത്തരം ആളുകൾ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ ഏതാണ്? സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് സന്തോഷം നൽകലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്? ഏതാ? തഹജ്ജുദ് നിസ്കരിക്കലാണോ? നോമ്പോക്കലാണോ? അല്ല. സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം. നിന്റെ സഹോദരന് സന്തോഷിപ്പിക്കുക, അതാണ് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമല്. അപ്പൊ നമ്മൾ കുറെ ഈ ഖുർആൻ ഓതിയിട്ടും ജനങ്ങളോട് തീരെ ബന്ധമില്ലാതെ ഇബാദത്ത് എടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ജനങ്ങളോട് ബന്ധമില്ലാതെ നാട്ടുകാരെ വെറുപ്പിച്ചിട്ട്, കുടുംബക്കാരെ വെറുപ്പിച്ചിട്ട്, വീട്ടുകാരെ വെറുപ്പിച്ചിട്ട് നിങ്ങൾ കൊട്ടക്കണക്കിന് അമല് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ അമലിന്റെ കൂടെ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾ ചെയ്യാനും, ജനങ്ങളെ സഹായിക്കാനും, അവരോട് സഹകരിക്കാനും, അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാം. സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം. ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക, ഒരു സഹോദരൻ, നിന്റെ സഹോദരൻ ആരുമായിക്കോട്ടെ, നിന്റെ അപ്പുറത്തുള്ള അയൽവാസി, മുസ്ലിം ആയാലും അല്ലേലും, നിന്റെ കൂടെയുള്ള ആളുകൾ, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ, നിന്റെ കൂടെ പഠിക്കുന്നവർ, നിന്റെ നാട്ടിലുള്ളവർ, നിന്റെ ചങ്ങാതിമാർ, അവരൊക്കെ സന്തോഷിപ്പിക്കുക എന്നതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. അല്ലാഹു പൊതുജനങ്ങളുമായി ബന്ധപ്പെടുന്ന സ്വഭാവത്തിനാണ് അല്ലാഹു പ്രാമുഖ്യം നൽകിയത്. സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതാണ് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഒന്നാമതായി പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യലാണ്.
സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതെന്ന് എന്നോട് പറഞ്ഞു തരുമോ? അബൂ ഹുറൈറ തങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്ന അമൽ ഏതാണെന്ന് പറഞ്ഞു തരുമോ നബിയേ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകിയത്, അഫ്ശുസ് സലാമ, ജനങ്ങൾക്ക് ദുആ ചെയ്യുക, ജനങ്ങൾക്ക് ദുആ ചെയ്യുക. എന്താ സലാം എന്ന് പറഞ്ഞാൽ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് ദുആ ചെയ്യുക, അഫ്ശുസ് സലാം. അപ്പോൾ അല്ലാഹുവിന് ഇഷ്ടം സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പവഴി ജനങ്ങൾക്ക് ദുആ ചെയ്യലാണ്. എന്താ ദുആ? എന്താ പ്രാർത്ഥന? അല്ലാഹുവേ, അല്ലാഹു നിനക്ക് രക്ഷ നൽകട്ടെ, അല്ലാഹു നിനക്ക് സമാധാനം നൽകട്ടെ, അല്ലാഹു നിനക്ക് ആശ്വാസം നൽകട്ടെ. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേഗം സ്വർഗത്തിലെത്താൻ. എങ്ങനെയുണ്ട് സ്വർഗത്തിലേക്ക്? എങ്ങനെ എത്തുക? നന്നായി സലാം പറയാം, അഫ്ശുസ് സലാം. നന്നായി സലാം പറയുന്ന ആളുകൾ അഫ്ശുസ് സലാം. ആരോടാണ് സലാം പറയേണ്ടത്? വലിയവരോടും ചെറിയവരോടും ചങ്ങാതിമാരോടും കണ്ടവരോടൊക്കെ സലാം പറയാം. എല്ലാവരോടും സലാം പറയാം. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ. വഅലൈക്കും സലാം, നിങ്ങൾക്കും. ഇതിനിപ്പോ സ്വർഗത്തിൽ തന്നെ എന്താ ഉള്ളത്? അല്ലാഹു പ്രാധാന്യം നൽകുന്നത് പൊതുജനങ്ങളുടെ പ്രവർത്തനത്തിലാണ്, ജനങ്ങളോടുള്ള കാരുണ്യ പ്രവർത്തനത്തിലാണ് അല്ലാഹുവിന് താല്പര്യം. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഭജനം ഭൂജനം ഭൂജനയും ആരാധനയും ഹേ നിർത്തുക സാധു എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട്. നിന്റെ ഭജനവും നിന്റെ തസ്ബീഹുമല്ലും തസ്ബീഹ്മാലയും ജപമാലയും എല്ലാം നീ നിർത്ത്. അവിടെ ഒന്നല്ല റബ്ബുള്ളത്. റബ്ബുള്ളത് റോഡിന്റെ സൈഡിൽ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കൂലി പണിക്കാരന്റെ അടുത്താണ് എന്നർത്ഥമുള്ള ഒരു കവിത. അതേപോലെ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് തസ്ബീഹും ചൊല്ലി ഖുർആൻ ഓതി ദിക്റും ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി ആടിങ്ങനെ ചടഞ്ഞിരിക്കുന്നതിനേക്കാളും പടച്ചോന് ഇഷ്ടം എന്താ? മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. കാരണം എന്തേ? നമ്മളും അല്ലാഹുവിന്റെ അടിമയാണ്, അവരും അല്ലാഹുവിന്റെ അടിമയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിയെ സഹായിക്കലാണ് അല്ലാഹുവിന് ഇഷ്ടം. അഫ്ശുസ് സലാം, നിങ്ങൾ നന്നായി സലാം പറയണം. ആരോടാണ് സലാം പറയേണ്ടത്? അവല അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും, നിങ്ങൾക്ക് ഞാൻ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു തന്ത്രം പഠിപ്പിച്ചു തരട്ടെ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. സ്നേഹം കൂടാനുള്ള വഴി പഠിപ്പിച്ചു തരട്ടെ. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊടി ഉണ്ടാവില്ല, പിന്നെ കസേരേറും ഉണ്ടാവില്ല, കല്ലേറും ഉണ്ടാവില്ല. അതൊക്കെ നിർത്തണം. എന്താ വഴി? അഫ്ശുസ് സലാം, സലാം പറയും. ഇതിപ്പോ സംഘടനക്കാരോട് സലാം പറയില്ലല്ലോ, പാർട്ടി മാറിയ സലാമില്ലല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? പാർട്ടി മാറിയ സലാമില്ല, സംഘടന മാറിയ സലാമില്ല, പിന്നെ എന്ത് സലാം, എന്ത് മുസ്ലിം? അങ്ങനെക്കാരാ പറഞ്ഞു. സംഘടനയെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഘടനയിൽ പ്രവർത്തിച്ചു, അതൊന്നല്ല ഇവിടെ വിഷയം. പക്ഷേ സ്വഭാവം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി. മറ്റു സംഘടനക്കാരനെ കാണുമ്പോ ഞാൻ സലാം പറയൂല, മറ്റേ പാർട്ടിക്കാരനെ കാണുമ്പോൾ അവന്റെ കൂടി മറ്റേ കളറാണ്, നമുക്ക് പറ്റൂല. അതിനൊന്നുമില്ല. വ്യക്തികൾക്ക് എന്തോ ആവാം, ഓരോ ആളുകളുടെ ചോയ്സാണ്, ഓരോ ആളുടെ ഇഷ്ടമാണ്. ഇങ്ങ ഏത് പാർട്ടി, ഏത് സംഘടന. പക്ഷെ മുസ്ലിമീങ്ങളായ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ കാണുമ്പോ സലാം ചെല്ലാൻ പഠിപ്പിച്ചത് എല്ലാരോടും സലാം പറയാം. നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കാനത് കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഭാര്യയോട് സ്നേഹം കൂടണോ? ഇടക്കിടക്ക് സലാം പറഞ്ഞോളി ഭാര്യയോട്. അസ്സലാമു അലൈക്കും. സലാം. കുച്ചില് പോയി, കിച്ചണിൽ പോയി. ഭാര്യ കിച്ചണിലാണ്. കാസർഗോഡ് ഭാഷയിൽ കുച്ചിൽ എന്നാ പറയാ. കിച്ചൺ. നിങ്ങളെ ഭാഷയിൽ എന്താ പറയാ? കിച്ചൺ. കിച്ചൺ കുച്ചിൽ എന്ന് പറയും കാസർഗോഡ് ഭാഷയിൽ. അപ്പോ കിച്ചണിൽ പോയി ഭാര്യ എന്തെങ്കിലും ചായ വെക്കാണ്. അപ്പൊ കിച്ചണിലേക്ക് പോകുമ്പോ ഭാര്യ അടുക്കളയിലാണ്. അസ്സലാമു അലൈക്കും എന്ന് പറയാ ഭാര്യയോട്. തിരിച്ച് റൂമിൽ വന്നിട്ട് ഇരുന്നു. ഭാര്യ ചായ കൊണ്ടുവരുമ്പോ ഭർത്താവ് മുറിയിലുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മുറിയിൽ കയറാം. ഇതൊക്കെ സ്നേഹം കൂടാൻ കാരണമാവുന്നതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തൊക്കെ കാണാൻ പറ്റും. നന്നായി സലാം ചൊല്ലിക്കോളി. മക്കളോട് സലാം ചൊല്ലണം. ഉപ്പയോട്, മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, ചങ്ങാതിമാരോട്, നിങ്ങളുടെ ശത്രുക്കളോട് എല്ലാരോടും സലാം പറയും. അതോടുകൂടി ശത്രുക്കൾ ചങ്ങാതിയായിട്ട് മാറും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള വഴി എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പഠിപ്പിച്ചത് അഫ്ശുസ് സലാം. അബൂ ഹുറൈറ സലാം പറയണം എല്ലാ ആളുകളോടും, എന്നാ സ്വർഗ്ഗത്തിലെത്താം. പിന്നെയോ രണ്ടാമതായി പറഞ്ഞത് അത്ഇമുത് ത്വആം, ജനങ്ങൾക്ക് ഭക്ഷണം നൽകണം. അവിടെയും പറഞ്ഞില്ല നിസ്കരിക്കാൻ, അവിടെയും പറഞ്ഞില്ല ഹജ്ജ് ചെയ്യാൻ, അവിടെയും പറഞ്ഞില്ല നോമ്പോക്കാൻ. ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇടക്കിടക്ക് ചങ്ങാതിമാരൊക്കെ വിളിച്ചിട്ട് കുളപ്പുറത്തൊക്കെ പോയിട്ട് നല്ല പാർട്ടി കൊടുക്കുക.
ഇവിടെ നിങ്ങളുടെ നാട്ടിൽ മെയിൻ ഭക്ഷണത്തിന്റെ ഏരിയ ചങ്കുവെട്ടിയോ ചെമ്മാട് എവിടെ കൊളപ്പുറ അടുത്ത ടൗൺ ഏതാണ് കോട്ടക്കല് കോട്ടക്കല് പിന്നെ ആയുർവേദ അതല്ലേ അറിയപ്പെട്ടത് അപ്പോ ഭക്ഷണം കൊടുത്താല് സ്വർഗം കിട്ടും കുടുംബക്കാരെ നാട്ടുകാരെ ചങ്ങാതിമാരെ പിന്നെ സഹപാഠികളെ സഹപ്രവർത്തകരെ ഇവരൊക്കെ വിളിച്ചിട്ട് ഇടക്കിടക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാല് 10,000 പൊടിച്ചു വലിയ ആടും പോത്തും വെക്കണമെന്നല്ല നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങളുടെ ഭാര്യ ഉണ്ടാക്കുന്ന നല്ല മാധുര്യമുള്ള നല്ല ടേസ്റ്റി ഫുഡ് അതെന്ത് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല കൊടുക്കുക ഇതൊക്കെ സ്നേഹം കൂടാൻ കാരണമാകും ഇവിടെയും നബി തങ്ങൾ പരിഗണന നൽകിയത് പൊതുജനങ്ങൾക്കാണ് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം സ്വർഗത്തിലെത്താൻ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം മൂന്നാമതായി ചോദിച്ചു പിന്നെ എന്ത് നബിയെ പിന്നെയും പറഞ്ഞു വസിലുൽ അർഹാം കുടുംബക്കാരോട് വളരെ മാന്യമായി പെരുമാറണം അവിടെയും പൊതുജനം തന്നെ സ്വന്തം കാര്യമല്ല അള്ളാഹ്ക്കൊരു നിങ്ങളെ ആവശ്യമില്ല അമല് അള്ളാഹ്ക്ക് നിങ്ങളെ അമല് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പൊതുജനങ്ങളോട് നന്മ ചെയ്യും കുടുംബക്കാരോട് മാന്യമായി പെരുമാറി കുടുംബബന്ധം ചേർക്കണം ആരോടും പിണങ്ങരുത് ആരോടും മോശമായി പെരുമാറരുത് അടിക്കുകയോ ഇടിക്കുകയോ കേസുകൾ ഫയൽ ചെയ്യുകയോ ചെയ്യരുത് തർക്കങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് മാപ്പ് നൽകണം ജനങ്ങൾക്ക് മാപ്പ് നൽകണം ദേഷ്യം കടിച്ചു പിടിക്കണം ഇവർക്കാണ് അല്ലാഹു സ്വർഗ്ഗം നൽകുക ഇവർക്കാണ് സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ആകാശഭൂമികളെക്കാളും വിശാലമായ സ്വർഗം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി മത്സരിക്കണം എങ്ങനെയാണ് മത്സരിക്കുന്നത് ആർക്കാണ് ആ സ്വർഗമുള്ളത് മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലദീന യൂഫികൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാളിമീനൽ ഗൈള വൽആഫീന അനിന്നാസ് ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ ഇങ്ങോട്ടടിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു ഇങ്ങോട്ടടിച്ച് അങ്ങോട്ട് കൊടുക്കലല്ല ഇങ്ങോട്ട് മോശമായി പെരുമാറിയാല് അങ്ങോട്ട് പാര വെക്കലല്ല വൈരാഗ്യം വെച്ച് നടക്കലല്ല കുഴപ്പമില്ല പാവല്ലേ അറിയാതെ ചെയ്തതല്ലേ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകി ഇത് കഴിയോ നിങ്ങൾക്ക് നമ്മുടെ ഈഗോ വെച്ച് നോക്കുമ്പോൾ ഇത് കഴിയോ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇരുത്തണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് മാപ്പ് നൽകാൻ നമുക്ക് കഴിയോ അത് കഴിയാത്ത നമ്മുടെ ഈഗോയുടെ ഭാഗമാണ് ഒരു ചെറിയൊരു അഹങ്കാരം ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും പറ്റുമോ അഹങ്കാരം തീരെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടെന്നൊക്കെ എനിക്ക് തീരെ കിബിറില്ല എന്ന് പറയുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് ഒരാളെ ഈ സദസ്സിൽ സ്വർഗത്തിൽ പോകുള്ളൂ എന്നർത്ഥം കിബറിന്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ കിടക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നിങ്ങൾ തന്നെ സമ്മതിച്ചു കുറച്ച് കിബറുണ്ട് അപ്പൊ സ്വർഗത്തിൽ കിടക്കുവോ ആകെ ഒരാളിപ്പോ സ്വർഗത്തിൽ കിടക്കുള്ളൂ പഠിച്ചോനെ നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യണം സ്വർഗത്തിൽ കിടക്കുന്ന ആള് അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ അപ്പൊ ചെറിയൊരു കിബറിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് മാപ്പ് നൽകാനൊന്നും പറ്റാത്തത് കിബറില്ലേ എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കും അടിച്ചാലും ഉണ്ടൂല അത് കഴിയണം നമ്മൾക്ക് മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ അടിമ സ്ത്രീ കറിയുമായി വരാണ് ഗസ്റ്റ് വന്നു അതിഥി വന്നപ്പോ കറിയുമായിട്ട് അടുത്തേക്ക് വന്നു കട്ടകാലത്തിന് കറിയുടെ ചൂട് കാരണം കയ്യിൽ നിന്ന് വീണു യജമാനന്റെ കുപ്പായത്തിലേക്കും കൈകളിലേക്കൊക്കെ കറി തെറിച്ചു വീണു കുപ്പായം മലിനമായി കൈകളൊക്കെ എന്തായി ചൂടായി അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇങ്ങനെ അടിക്കാൻ നിൽക്കുമ്പോ പറഞ്ഞു അള്ളാഹു പറഞ്ഞിട്ടില്ലേ ദേഷ്യം കടിച്ചു പിടിക്കുന്നവർക്കാണ് അള്ളാഹു സ്വർഗം നൽകുന്നത് എന്ന് അപ്പൊ മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ എന്റെ ദേഷ്യം കടിച്ചു പിടിച്ചു എന്നാൽ രണ്ടാമത്തെ ആയത്ത് അത് കഴിഞ്ഞ തൊട്ടുടൻ ഒരു ആയത്തുണ്ട് ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർക്കും അള്ളാഹു സ്വർഗം നൽകും അപ്പൊ ഞാൻ നിനക്ക് മാപ്പ് തന്നു എന്റെ കൈയിലേക്ക് ശരീരത്തിലേക്ക് നീ കറി മറിച്ചതും എന്റെ കൈ വേദനിച്ചതും ഡ്രസ്സ് മലിനമായതും ഞാൻ നിനക്ക് മാപ്പ് തന്നു അതിന്റെ ശേഷം മറ്റൊരായത്ത് കൂടിയുണ്ട് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ നന്മ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന് ഇഷ്ടമാണ് അതും കൂടി നിങ്ങൾ ചെയ്തേക്ക് അപ്പൊ പറഞ്ഞു ഞാൻ നിന്നെ മോചിപ്പിക്കുകയാണ് അടിമ സ്ത്രീയോട് പറഞ്ഞു ഞാൻ നന്മ ചെയ്യാണ് ഞാൻ നിന്നെ മോചിപ്പിക്കുകയാണ് ഇന്നു മുതൽ നീ സ്വതന്ത്രയാണ് ഇതിപ്പോ എങ്ങനെ കിട്ടി
എങ്ങനെ കിട്ടി? അടി കിട്ടേണ്ട പെണ്ണിനാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. മനസ്സിലാക്കണം. നമ്മളാണെങ്കിൽ നമ്മുടെ അടിമസ്ത്രീ പോട്ടെ, ഭാര്യയോ മക്കളോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അടുത്തത് അടിയാണ്. എങ്ങാനും പാത്രം കഴുകുന്ന സമയത്ത് കൈകളിൽ നിന്ന് പാത്രം ഇട്ടുകൊടുക്കുന്ന ശബ്ദം കേട്ടാ ഭർത്താവ് അകത്തേക്ക് പോയിട്ട് മേട്ട നിനക്ക് എന്താ കണ്ണ് കാണുന്നില്ലെന്ന് ചോദിച്ചിട്ട് മേടലാണ്. പല വീട്ടിലെ അവസ്ഥ ഇതാണ് അല്ലേ? നിങ്ങളെ പെണ്ണുങ്ങളോട് ചോദിച്ചോക്കൊണ്ടത് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോഴേ പുതിയ ഭർത്താക്കന്മാർ എങ്ങനെയെന്ന് അറിയില്ല. പഴയ കാലത്തെ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു അല്ലെ? സൗണ്ട് കേട്ടാലൊന്നും പിടിക്കുക, പെണ്ണുങ്ങളോട് കയർക്കും. സൗണ്ട് കേട്ടാൽ എന്തെങ്കിലും നിലത്ത് വീഴുന്നതൊക്കെ കണ്ടാൽ പൊട്ടിപ്പോയാൽ, കട്ടകാലത്തിൽ എന്തെങ്കിലും വീണ് പൊട്ടിപ്പോയാൽ വിടൂല്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പൊട്ടാതെ വെച്ചാലേ കച്ചവടം നടക്കുമോ? ഷോപ്പിൽ കച്ചവടം നടക്കണ്ടേ? ഇതിപ്പോൾ പൊട്ടാതെ 1947 ഉപയോഗിച്ചതൊക്കെ 2018 ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് എങ്ങനെ നടക്കുക? ഇവരൊക്കെ പൂട്ടിപ്പോകൂലേ? എന്നാൽ പെണ്ണുങ്ങളെ പാത്രം മുണ്ണാൻ വലിയ പ്രശ്നമാണ്. ഈ വീട്ടിലെ ഭർത്താവ് ബൈക്ക് ഓടിക്കുന്ന ആളാണ്. അത് മാസാമാസം കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല, അതിന് ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് വീണാൽ അതിനെ പിന്നെ മറ്റെവിടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് 10,000 ചെലവഴിക്കുന്നതിന് കുഴപ്പമില്ല. ഒരു 100 രൂപയുടെ ഒരു പാത്രം വീണാ വീട്ടിലെ പ്രശ്നമാണ്. എല്ലാം പൊട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നിർത്തേണ്ടതൊക്കെ മോശമാണ്, വളരെ മോശമാണ്. അപ്പൊ ഇവിടെ കറിയുടെ പാത്രം മറിഞ്ഞ ഒരു പെണ്ണിനെ അടി കിട്ടുന്നതിന് പകരം മൈമൂൻ ഇബ്നു മിഹ്റാൻ ആ പെണ്ണിനെ മോചിപ്പിക്കുകയാണ്, സ്വതന്ത്രയാക്കുകയാണ് ചെയ്തത്. എന്താ കാരണം? ദേഷ്യം കടിച്ചു പിടിക്കണം, ജനങ്ങൾക്ക് മാപ്പ് നൽകണം. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. നന്മ ചെയ്യുന്ന ആളുകളെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഇങ്ങോട്ട് മോശമായി പെരുമാറിയവർക്ക് അങ്ങോട്ട് പോയി ഒരു ചോക്ലേറ്റ് കൊടുക്കുക, അവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. ഇങ്ങോട്ട് മോശമായി പെരുമാറിയ ആൾക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റ്, ഒരു ബ്ലാക്ക് ഫോറസ്റ്റും കൊണ്ടുപോവുക. കുടുംബക്കാര് തെറ്റിയിരിക്കാണ്, പോലീസിൽ കേസൊക്കെ കൊടുത്ത കുടുംബക്കാരാണ്, കുഴപ്പമില്ല അതൊക്കെ മറന്നിട്ട് ഒരു ദിവസം രാവിലെ ഭാര്യ മക്കളൊക്കെ കൂട്ടി നല്ലൊരു 500 രൂപ ചെലവിൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എല്ലാം വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കും. അപ്പൊ എല്ലാ കേസ് പിൻവലിക്കവര്, ഇവരോടാ ഞാൻ ഇങ്ങനെ പെരുമാറിയത്, വേണ്ടായിരുന്നല്ലോ പഠിച്ചോനെ. പിന്നെ പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് ആ കേസൊക്കെ പിൻവലിച്ച് എനിക്കൊരു പരാതിയില്ല എന്ന് പറയും. അത് ചെയ്യും നമ്മള്. والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ സ്വഭാവം ഇതാണ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്വഭാവം സിദ്ധിച്ച് നിങ്ങളും ജനങ്ങൾക്ക് മാപ്പ് നൽകണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ജനങ്ങളോട് വളരെ മാന്യമായി പെരുമാറണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മൂന്നാമത് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള അമല് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത് സിലത്തുൽ റഹം, കുടുംബക്കാരോട് വളരെ മാന്യമായി പെരുമാറണം, ആരോടും പിണങ്ങരുത്. എന്താണ് കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ? ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് അങ്ങോട്ട് പോയി നല്ല രീതിയിൽ പെരുമാറലാണ് കുടുംബബന്ധം. ഇങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്ക് അങ്ങോട്ടും വിളിക്കാം, ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ച് അങ്ങോട്ടേക്ക്, ഇതല്ല കുടുംബബന്ധം. ആഴ്ചയിലേക്ക് ഇങ്ങോട്ട് ഫോൺ വിളിക്കാറുണ്ട്, അവർക്ക് തിരിച്ചു ഫോൺ വിളിക്കുക, ഇതല്ല കുടുംബബന്ധം. ഇങ്ങോട്ട് ഇടയ്ക്കിടെ വരാറുണ്ട്, അവരുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ അങ്ങോട്ടും പോവാറുണ്ട്, ഇതല്ല കുടുംബബന്ധം. കുടുംബബന്ധം എന്ന് പറയുന്നത് നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത, നിങ്ങളോട് മോശമായി പെരുമാറുന്ന, നിങ്ങൾക്ക് ഫോൺ ചെയ്യാത്ത, നിങ്ങൾക്ക് പാര വെക്കുന്ന നിങ്ങളുടെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുക, അവരെ പോയി കാണുക, അവരുടെ വീട്ടിലേക്ക് സമ്മാനങ്ങളായിട്ട് പോവുക. നിന്നോട് അക്രമം പ്രവർത്തിച്ചവർക്ക് മാപ്പ് നൽകുക, അതേപോലെ നിന്നോട് മോശമായി പെരുമാറുന്നവരോട് നീ നല്ല ബന്ധം വെക്കുക. ഇതാണ് കുടുംബബന്ധം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചെയ്യാൻ കഴിയോ? ഇത് ചെയ്യാൻ കഴിയോ? എങ്കിലും സ്വർഗുണ്ട്. നിങ്ങൾ വിചാരിച്ചു കുടുംബബന്ധം ചേർക്കാന്ന് വിചാരിച്ചാല് എന്നെ കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ അയാളും കല്യാണത്തിന് വിളിക്കുക, എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ അയാൾ വിളിക്കാതിരിക്കുക, എന്റെ കല്യാണത്തിന് വന്ന അയാളുടെ കല്യാണത്തിന് ഞാൻ പോവാ, എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ ഞാൻ അയാളുടെ കല്യാണത്തിന് പോവാതിരിക്കുക. ഇത് കുടുംബബന്ധമല്ല, ഇത് ബിസിനസ്സാണ്, ഇത് കച്ചവടാണ്. എന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ അയാളുടെ കല്യാണത്തിന് ആദ്യം പോണം, അതാണ് കുടുംബബന്ധം. എന്നെ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിൽ അയാളെ ആദ്യം വിളിക്കണം, അതാണ് കുടുംബബന്ധം. ഈ രീതിയിൽ കുടുംബബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായിട്ടാണ് അല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത്. ഏതാണ് ആ വിഷയം? അസല്ലൂ ബില്ലൈലി
വന്നാസു നിയാം. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് 4 റക്അത്ത് നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി തഹജ്ജുദ് നിസ്കരിക്കലാണ്. തഹജ്ജുദ് നിസ്കരിക്കലാണ് സ്വർഗ്ഗത്തിലേക്ക് എത്താനുള്ള 4ാമത്തെ കാര്യമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒന്നാമതായി പറഞ്ഞത് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്, ജനങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമതായി പറഞ്ഞത് ജനങ്ങളെ സഹായിക്കലാണ്, ഭക്ഷണം നൽകി സഹായിക്കലാണ്. മൂന്നാമതായി പറഞ്ഞത് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറലാണ്, കുടുംബബന്ധം ചേർക്കലാണ്. 4ാമതായിട്ടാണ് റബ്ബുമായിട്ടുള്ള ഇടപാട്. എന്താണ് ആ ഇടപാട്? സ്വല്ലൂ ബില്ലൈലി വന്നാസ് നിയാം. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം. വളരെ സന്തോഷത്തോടെ, വളരെ റാഹത്തോടെ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അല്ലാഹ്. അല്ലാഹു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നവർ, അല്ലാഹുവിന്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരെ അടിമകളെ സ്നേഹിച്ചേക്ക്, അടിമകളോട് കാരുണ്യത്തോട് പെരുമാറിയേക്ക്. നേരത്തെ പറഞ്ഞില്ലേ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത എത്ര വലിയ പാപങ്ങളുണ്ടെങ്കിലും 1 സെക്കൻഡ് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അതോടുകൂടി എല്ലാം അല്ലാഹു മറന്നു കളയുമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്. 1 സെക്കൻഡ് ഇന്നലെ വരെ തെറ്റ് ചെയ്ത ആളുകൾ ഇന്നത്തെ വാദോടുകൂടി ആത്മാർത്ഥമായി റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ, ഇന്നലെ വരെ അയാൾ മൃഗത്തെക്കാളും താഴെയാണെങ്കിൽ ഇന്നത്തെ വാല കഴിയലോടുകൂടി അയാൾ മലക്കുകളെക്കാളും മുകളിലാണ്. മുഅ്മിനീങ്ങളെ, വആതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ മാലാഖമാരെക്കാളും മുകളിലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? സുറൂറുൻ യുദ്ഖിലുഹു അലാ മുസ്ലിം. നിന്റെ സഹോദരങ്ങളെ സന്തോഷിപ്പിക്കുക എന്നതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയോ ഔ യഖ്ലി അൻഹു ദൈനാ. നിന്റെ നാട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ കടം കൊടുത്തുകൂട്ടാൻ സഹായിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലാണ്. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലുള്ള ആരുടെയെങ്കിലും വീട് ജപ്തി ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്ത കിട്ടിയാല് പെട്ടെന്ന് നാട്ടുകാരെല്ലാം ഒരുമിച്ചുകൂടി അതിനുള്ള പിരിവെല്ലാം നടത്തി 10,000, 500, 1000 ലക്ഷങ്ങളൊക്കെ വാങ്ങിച്ച് വേഗം അത് കൊണ്ടുപോയി കൊടുത്ത് ഇവരെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് അല്ലാഹുവിന് ഇഷ്ടം. ആ സമയത്ത് നാട്ടിലെ പള്ളിയെട്ടലല്ല പഠിച്ചോന് ഇഷ്ടം. അല്ലാഹുവിന് ഇഷ്ടം നാട്ടിലെ പള്ളിയെട്ടലല്ല, ഇങ്ങനെയുള്ള കടക്കാരുടെ കടം എഴുതിത്തള്ളുന്ന രീതിയിൽ, അവരെ സഹായിക്കുന്ന രീതിയിൽ അത് സ്വരൂപിച്ച് അവരെ സഹായിക്കലാണ്. കുറെ പള്ളി കെട്ടിട്ട് എന്താ കിട്ടാ മുഅ്മിനീങ്ങളെ? കുറ്റ കിട്ടാം, നന്മ കിട്ടൂല. ഒരു കൂലിങ് പ്രതീക്ഷിക്കാൻ വേണ്ട. ഇവിടെയും പള്ളി, ഇവിടെയും പള്ളി, ഇവിടെയും പള്ളി. എല്ലാവർക്കും ഒരു പള്ളിയിൽ പോയി നിസ്കരിച്ചാ പോരെ? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ഔ യഖ്ലി അൻഹു ദൈനാ. അതുകൊണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ കൊടുത്തുവിട്ടാൻ വേണ്ടി സഹായിക്കുന്നത് അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് പൈസ കൂടുതലുള്ള ആളുകൾ, സാമ്പത്തികമായി അല്ലാഹു നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റൊരാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് നിങ്ങൾ സഹായിച്ചേക്കാം. 4 ഔ തതുദു അൻഹു ജൂആ. നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആരുടെയെങ്കിലും ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടിയാൽ, പട്ടിണി കിടക്കുന്ന ആളുകൾ ഉണ്ട് എന്നറിഞ്ഞാൽ ഒരുപക്ഷെ അവരെ ജനങ്ങൾക്കിടയിലേക്ക് വന്ന് വല്ലതും തരണേ എന്ന് പറഞ്ഞ് യാചന നടത്തൂല. സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ട് വരൂല, യാചിക്കൊന്നുമില്ല. അവർ നല്ല ലിനന്റെ കുപ്പായൊക്കെ ഉണ്ടാകും, അവരുടെ വീട്ടിൽ നല്ല വണ്ടി ഉണ്ടാകും. പക്ഷേ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ 4-5 ദിവസമായി പട്ടിണി കിടക്കായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെയൊന്നും ഉണ്ടാവൂല. നിങ്ങൾ വിചാരിക്കേണ്ട ഈ കതറും വെള്ള കുപ്പായൊക്കെ കാണുമ്പോ വിചാരിക്കേണ്ട, വണ്ടിയൊക്കെ കാണുമ്പോ അളവിലെ മുതലാളി നിന്നും വിചാരിക്കേണ്ട, അതൊക്കെ പുറത്തുള്ള പോളിഷാണ്. അകത്തൊരു പക്ഷെ പട്ടിണി ആയിരിക്കും. ഇത്തരം ആളുകളെയാണ് നമ്മൾ തേടിപ്പിടിക്കേണ്ടത്. നാട്ടിൽ അഭിമാനത്തോടെ നടക്കുന്നു, ഉള്ളിലുള്ള വിഷമങ്ങൾ മറ്റൊരാളോട് പറയാതെ എല്ലാം കടിച്ചമർത്തി പുറത്തുള്ള ആളുകൾക്ക് വിഷമങ്ങൾ അറിയിച്ചു കൊടുക്കാതെ, പുറത്തുള്ള ആളുകൾക്ക് പരിഭവങ്ങളും പരാതികളും വേവലാതികളും ആവലാതികളും പറഞ്ഞു കൊടുക്കാതെ എല്ലാം മറച്ചു വെച്ച് ജീവിക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് അത്തരം ആളുകളുടെ പട്ടിണി
പട്ടിണി അകറ്റലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വല അൻ അംശി മഅ ഖില്ലി ഫീ ഹാജ അഹബ്ബു ഇലയ്യ മിൻ അഅതകിഫ ഫീ ഹാദൽ മസ്ജിദ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ഹജ്ജിന് പോകാൻ വേണ്ടി വെച്ച കാശ് പട്ടിണി കിടക്കുന്ന ഒരു പെണ്ണിന് കൊടുത്തത് കാരണത്താൽ ആ വർഷം ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഹജ്ജിന് പോവാതെ 70ഓളം ഹജ്ജാജുമാരുടെ പ്രതിഫലം അല്ലാഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾക്ക് നൽകിയത് ചരിത്രത്തിൽ കാണാം. പട്ടിണി കിടക്കുന്ന ഒരു വീട്ടുകാർക്ക് ഹജ്ജിന് പോകാൻ സ്വരൂപിച്ചു വെച്ച ക്യാഷ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നൽകുകയും ക്യാഷ് മുഴുവനും കൊടുത്തപ്പോ ഹജ്ജിന് പോകാൻ ക്യാഷ് ഇല്ലാത്തതിന്റെ പേരിൽ അപ്രാവശ്യം ഹജ്ജിന് പോയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഹജ്ജിന് പോയ 70ഓളം ആളുകളുടെ ഹജ്ജ് അല്ലാഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന് നൽകിയെന്തേ? ഹജ്ജല്ല പ്രധാനം പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റലാണ്. ഒരു ഹജ്ജ് നിർബന്ധമായ ചെയ്യണം, അത് വേഗം ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ഹജ്ജ്, അത് പിന്നെ ആ സമയം വരുമ്പോ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കലാണ് ഈ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും നിനക്ക് കൂലി. ഒന്നാമത്തെ ഹജ്ജ് നിർബന്ധമാണ്. ഒന്നാമത്തെ ഹജ്ജ് നിർബന്ധമാണ്. ഒന്നാമത്തെ ഉംറ നിർബന്ധമാണ്. പിന്നെ 2ഉം 3ഉം 4ഉം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വർഷം ഹജ്ജ്, മാസം ഉംറ ഇതൊക്കെ ചെയ്യുമ്പോ ആ ക്യാഷ് എന്ത് ചെയ്യാ? പാവപ്പെട്ട നാട്ടിൽ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ നിനക്ക് 15 ദിവസം ചെലവഴിക്കാതെ നിനക്ക് ഉംറയുടെ പ്രതിഫലം അല്ലാഹു തരും. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉംറ ചെയ്യാത്ത ആളുണ്ട്, മക്കയും കാബയൊക്കെ കാണാൻ വേണ്ടി പൂതി വെച്ച് നടക്കുന്ന വയസ്സന്മാരും വയസ്സച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് ഉമ്മ നിങ്ങൾ ഹജ്ജ് ചെയ്തോളി, ഞാൻ പോകുന്നില്ല ഇപ്രാവശ്യം, നിങ്ങൾ പോയിക്കോളി. ആ ഉമ്മ പോയിട്ട് ഹജ്ജ് ചെയ്യും, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. നിങ്ങൾ ചെയ്ത ഹജ്ജിനെക്കാളും കൂലി ഉമ്മ ചെയ്ത ഹജ്ജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതാ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ടത്. കുറെ ഹജ്ജും ഉംറയും ചെയ്തു കൂട്ടലല്ല, മറ്റുള്ളവരെ സഹായിക്കലാണ്. അതാണ് അവിടെ പ്രസക്തി. അവിടെയാണ് നബി തങ്ങൾ പറയുന്നുണ്ട്, അഥവാ എന്തെങ്കിലും പ്രയാസമുള്ള ഒരാളുടെ കൂടെ നടക്കൽ. പ്രയാസമുള്ള ഒരാളുടെ കൂടെ നടക്കൽ. ഇപ്പൊ ഗൾഫിൽ പോവാൻ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് അല്ലെ? മാറിയൊന്നറിയില്ല. ദുബൈയിൽ പോകണമെങ്കിൽ നല്ല സ്വഭാവത്തിനുള്ള സർട്ടിഫിക്കറ്റ് പോലീസുകാർ തരണം. അതിന് എത്ര വലിയ ക്രിമിനൽ ആയാലും പോലീസുകാർക്ക് 1000 രൂപ കൊടുത്താൽ കിട്ടും അല്ലെ? അത് വലിയ വിഷയമല്ലേ ഇപ്പൊ ഈ കാലത്ത്? സത്യത്തിൽ ഈ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് ഭാര്യയിൽ നിന്ന്. ഭാര്യ പറഞ്ഞു എന്റെ ഭർത്താവ് ഓക്കെ മാഷാ അല്ലാഹ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. ഭാര്യ പറഞ്ഞു ഇയാളോ, ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, അയാൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അല്ല, ഇയാൾക്ക് കൊടുക്കേണ്ട വേറെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കും ചില ഭാര്യമാര്. അപ്പൊ അതുകൊണ്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് പോലീസുകാരല്ല നൽകേണ്ടത്. പോലീസുകാർക്ക് എന്തറിയാം? പോലീസുകാർക്ക് 1000 കൊടുത്താൽ പെട്ട് നാളെ തന്നെ ആക്കി തരും പോലീസുകാർ അല്ലേ? അപ്പൊ ഭാര്യയാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് തരേണ്ടത്. കൂടെ കിടക്കുന്ന ആളുകൾക്ക് രാപ്പനി അറിയൂന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ഭാര്യ പറയണം, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ ഭാര്യമാര് പറയണം എന്റെ ഭർത്താവ് നല്ലവനാണ്, നല്ല സ്വഭാവമാണ് എന്ന്. അങ്ങനെ ഒരു ഭാര്യ നമ്മളെ കുറിച്ചിട്ട് എപ്പോഴും പറയണം. എന്തെങ്കിലും ചൂരിദാരം വാങ്ങിച്ചു കൊടുത്താൽ പറയും, നിങ്ങളെക്കാള് നല്ല ഭർത്താവ് ലോകത്ത് വേറെ ഇല്ല. എന്നാ അതേ ഭാര്യ പിറ്റേ ദിവസം എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ട, നിങ്ങൾ എവിടുന്ന് കിട്ടി നിങ്ങളെ പോലത്തെ ഒരാള്, എന്നെ എത്ര ആള് ചോദിച്ചു വന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളെ പോലെ നിങ്ങളെക്കാളൊക്കെ മുഞ്ചുള്ള എത്ര ആള് വന്നു എന്നറിയും, നിങ്ങളെ കിട്ടിയിട്ടുണ്ട് കട്ടകാലം എന്നൊക്കെ പറയുന്ന ഭാര്യമാരില്ലേ? എന്നാ ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുത്താൽ തീരും ചെയ്തു, സ്വന്തം ആളായി. പിന്നെ അപ്പൊ ഇങ്ങനല്ലേ എപ്പോഴും പറയണം, എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് പരാതി പറയാനില്ല. നബി തങ്ങളെ കുറിച്ച് ആയിഷ ബിവിയോട് ചോദിച്ചപ്പോ, ഇത് പിരിവിനുള്ള ഏർപ്പാടൊന്നും തോന്നുന്നുണ്ടല്ലോ, ഇതൊന്നും നടക്കൂല, നാളെ പിരിവല്ലോ, ഇന്ന് പിരിവൊന്നുമില്ല. 5 തേനും ഉപ്പുണ്ട്. എന്റെ ശൈലി ഇങ്ങനെ ഇറങ്ങി, എന്റെ പിരിവിന്റെ ശൈലി നിങ്ങൾക്ക് അറിയോ? കൊണ്ടെന്നാളെന്ന് ആദ്യം വാങ്ങി, അതാണ് എന്റെ ശൈലി. അത് പറ്റുമെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഞാൻ അങ്ങനെ ശരി പിരിവെടുക്കാൻ പറഞ്ഞാല്. അപ്പൊ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ, അല്ലെങ്കിൽ വേഗം കൊണ്ടുപോയിട്ട് നാളെ ഉണ്ടാക്കും. പിന്നെ ഉഷാവാക്കവി ഉണ്ടാക്കുമ്പോ 10,000-ന് ഞാൻ വെറുതെ 100 രൂപയ്ക്ക് ഇത് വിൽക്കണം. നിങ്ങൾ വെറുതെ നിങ്ങൾ കിട്ടുന്നത് കളയണ്ട, നാളെ കൊടുത്തോളി, അതല്ലേ നല്ലത് ഇൻഷാ അല്ലാഹ്. അപ്പോ
എന്താ പറഞ്ഞതിപ്പോ ഭാര്യമാരുടെ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾക്ക് വേണ്ടത് ഏറ്റവും നല്ല സ്വഭാവത്തിന്. അപ്പൊ ഇങ്ങനെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. പോലീസ് സ്റ്റേഷനിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. പോലീസുകാരും പിന്നെ പഞ്ചായത്ത് ഓഫീസുകാരും വില്ലേജ് ഓഫീസുകാരൊക്കെ നമുക്ക് അറിയാലോ. എന്തെങ്കിലും ആവശ്യത്തിന് പോലെ അവിടെ പോ, ഇവിടെ പോ, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ, നാളെ വാ, മറ്റന്നാള് വാ. എന്താണ് ഒരു കറണ്ട് ബില്ലടിക്കാൻ പോയാൽ 5 മണിക്ക് എത്തിയാല് 4:55 തന്നെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ട് സമയമായി പോയിക്കോളി, നാളെ വാ. എന്നാ പിന്നെ ഒന്ന് അടിച്ചു കൊടുത്താൽ എന്താ ഒരു 5 എന്താ പ്രശ്നം? ശമ്പളം കൊടുക്കുന്നില്ല ജോലിക്ക്, വെറുതേക്ക് സർവീസ് ഒന്നും അല്ലല്ലോ ഇത്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ വലിയ അപകടത്തിലാണ്. മനസ്സിലാക്കണം. മുസ്ലിം ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, ഇത്തരം ആളുകൾ ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അമലും പടച്ചോൻ സ്വീകരിക്കൂല. അള്ളാഹു ശ്രദ്ധിക്കുന്നത് തന്നെ ജനങ്ങളുമായിട്ടുള്ള ഇടപാടാണ്. അള്ളാഹുവിന് അതാ വേണ്ടത്. നിങ്ങൾ ജനങ്ങളോട് മാനയായിട്ട് പെരുമാറും. ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ, ജനങ്ങളെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, അവരുടെ അമൽ അല്ലാഹു അവരുടെ തലയിൽ നിന്ന് ഉയർത്തൂല, അവരുടെ അമലും പടച്ചോന് വേണ്ട എന്നൊക്കെ കാണാം ഹദീസുകളിൽ. പിന്നെ എന്താ അവർ കുറെ ശമ്പളം വാങ്ങിയിട്ട് എന്താ കാര്യം? അല്ലാഹു എവിടെയും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന കാര്യമാണ് ദീനുൽ ഇസ്ലാം വളരെ വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയ വണ്ടിടിച്ചാൽ വേഗം എന്ത് വേണം? അതിന് പോലീസിന്റെ പേപ്പർ വേണം, ഇൻഷുർ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുമ്പോഴും കുറെ പാസ്പോർട്ടിന് പിന്നെ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും. അതൊന്ന് ശരിയായി കിട്ടണമെങ്കിൽ പോലീസുകാർക്ക് 500 കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് കഥ. ഈ സമയങ്ങളിൽ ഒരു വീടെടുക്കണമെങ്കിൽ പേപ്പർ ശരിയാണ്, അതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ നാട്ടിൽ നല്ല പോലീസുകാരായിട്ട് അല്ലെങ്കിൽ ഓഫീസർമാരായിട്ട് ബന്ധമുള്ള ആളുകൾ ഉണ്ടാകും, രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടാകും. ഒന്ന് ഹെൽപ്പ്, എനിക്കൊരു വീടെടുക്കണം, നിങ്ങൾ പേപ്പർ ഒന്ന് ശരിയാക്കി തരോ? എനിക്കല്ല, വേണമെങ്കിൽ നീ ചെയ്തോ. ചെയ്യരുത്, നമ്മൾ കൂടെ പോകണം. അതിന് കഴിവുള്ള ആളുകൾ അത് പെട്ടെന്ന് വാങ്ങിച്ചു കൊടുക്കണം. അതൊക്കെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല അൻ അംശി മഅഖില്ലി ഫീ ഹാജ, ആവശ്യമുള്ള ഒരുത്തന്റെ കൂടെ നടക്കലാണ് എനിക്കിഷ്ടം. മദീന പള്ളിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഒരു വില്ലേജ് ഓഫീസിലേക്ക് ഒരാളുടെ കൈയും പിടിച്ചു കൊണ്ടുപോയി അയാൾക്ക് ആവശ്യമുള്ള പേപ്പർ വാങ്ങി അത് വാങ്ങിച്ചു തിരിച്ചു വരലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത്യാവശ്യമുള്ള ഒരു പേപ്പറിന്റെ പേര് പറയാം. നമുക്ക് അങ്ങനെ ഒരു ഇടപാട് ഇല്ലാതുകൊണ്ട് അറിയുന്നില്ല. നിങ്ങളെ വീടും ഇങ്ങനെ കുടുംബം ബന്ധപ്പെട്ട ആൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പേപ്പർ പറഞ്ഞ വീടിന്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകണം. അപ്പൊ ഞാൻ പോയാൽ എനിക്കൊരു ബന്ധുവില്ല, അറിയില്ല. ഞാൻ പോയാൽ ആൾ ആടെ പോ, ഇവിടെ പോ, ഇവിടെ പോന്നൊക്കെ പറയാം, എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നാട്ടിലുള്ള ഒരു രാഷ്ട്രീയക്കാരനെ വിളിച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്തരോ? എനിക്കില്ല എന്ന് പറഞ്ഞാ പോയി, ഞാൻ വരാം, എന്താ നിനക്ക് ചെയ്യേണ്ടത്? അയാളെ കൈയും പിടിച്ചു പോയിട്ട് വേഗത വാങ്ങിച്ചു കൊടുത്ത് അയാളെ സഹായിക്കലാണ്. നീ 1 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു മാസം മദീന പള്ളിയിൽ പോയിട്ട് ഇത്തികാഫിരിക്കുന്നതിനേക്കാളും പടച്ചോന് ഇഷ്ടം പള്ളിയിൽ ഇത്തികാഫിരിക്കേണ്ട ഒന്നും കിട്ടാനില്ല. മനസ്സിലായില്ലേ? പള്ളിയിൽ കുറെ ഇത്തികാഫിരിക്കലെല്ലാം പൊതുജനങ്ങൾക്ക് സഹായിക്കും, ജനങ്ങളെ ഹെൽപ്പ് ചെയ്യും, ജനങ്ങളോട് മാന്യമായി പെരുമാറും. അപ്പോഴാണ് പടച്ചോന്റെ സഹായം ഉണ്ടാവുക. നിങ്ങൾ കുറെ ഇത്തികാഫും തസ്ബീഹുമാനം പിടിച്ചിട്ട് പള്ളിയിൽ കുത്തിയിരുന്നിട്ട് വലിയ അള്ളാന്റെ ഇഷ്ടക്കാരാവെന്ന് വിചാരിക്കണ്ട. എന്നാ ഇതൊന്നും വേണ്ടേ? ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുമ്പോ നാളെ മുതൽ നിങ്ങൾ നിസ്കാരവും എല്ലാം ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. ഇത് വേണം, ഇതിന്റെ കൂടെ ഇതും കൂടി വേണം. നാളെ മുതൽ ഇതൊന്നും വേണ്ട, പള്ളിയിലൊന്നും ഇരിക്കണ്ട, പള്ളിക്കൊന്നും പോകണ്ട, ഉസ്താദ് ഇന്നലെ പറഞ്ഞല്ലേ ഇനി ഞാൻ നാട്ടുകാരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങണ്ട. ഇതൊക്കെ ചെയ്തിട്ട് നാട്ടുകാരെ സഹായിക്കുക. നാട്ടുകാരെ സഹായിക്കാതെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാതെ നിങ്ങളെ ഈ അമല് കൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. നാട്ടുകാരെ സഹായിക്കാതെ, കുടുംബക്കാരെ സഹായിക്കാതെ, സഹായിക്കേണ്ടവരെ സഹായിക്കാതെ നിങ്ങൾ തസ്ബീഹ്മാല പിടിച്ചിട്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ അമലുകളൊന്നും നഷ്ടപ്പെടുത്താതെ ബാക്കിയുള്ള സമയങ്ങൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ ഉപയോഗിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉംറക്ക് പോകുന്ന, ഇഅ്തികാഫിരിക്കാൻ പോകുന്ന 1 ലക്ഷം നമ്മൾക്ക് മാറ്റിവെക്കാം. രണ്ടാമത്തെ തവണയാണെങ്കിൽ മാറ്റിവെക്കാം. എന്നിട്ട് കുടുംബത്തിലുണ്ടാകും വീടില്ലാത്തവർ, കുടുംബത്തിൽ കല്യാണം കഴിക്കുമ്പോൾ പൊന്ന് വാങ്ങിക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകും. സ്ത്രീധനായിട്ട് അങ്ങനെ ചോദിക്കാറില്ല, ഇത്ര പൊന്ന് വേണം, ഇത്ര മുതൽ വേണമെന്നൊക്കെ. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വിഷയമല്ല, അതൊരിക്കലും അംഗീകരിക്കാത്ത വിഷയമാണ്, നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയം കൂടിയാണ്. പക്ഷേ അങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ വീട് നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ. അള്ളാഹു ഒരു പക്ഷേ സൗന്ദര്യം നൽകിയിട്ടില്ലെങ്കിൽ
ഒരുപക്ഷെ ചില ആളുകൾ സൗന്ദര്യമില്ലെങ്കിലും കുഴപ്പമില്ല, വല്ലാതെ ടൈറ്റിലാണ്, കുറച്ച് പൈസ കിട്ടിയാന്ന് കുഴപ്പമില്ല, അങ്ങനെയുള്ള ചില ആളുകൾ സൗന്ദര്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ടൈറ്റാണ്, അങ്ങനെ കെട്ടുമ്പോ എന്തെങ്കിലും പൈസ കിട്ടിയാൽ കടമെങ്കിലും കൊടുത്തു വിട്ടാലോ. അപ്പൊ എന്ത് ചെയ്തു, ഒരു 10-25 പവൻ തന്നാ ഞാൻ കെട്ടാം. അങ്ങനെ 25 പവൻ കൊടുത്തു. സത്യത്തില് നാട്ടുകാരൊക്കെ സഹായിച്ചു കൊടുത്തന്നെയാണെങ്കിൽ ആ പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെട്ടില്ലേ? ആ പെണ്ണിന് കല്യാണം കഴിച്ചു കൊടുത്തു. ഉപ്പയ്ക്ക് സമാധാനായി, ഉമ്മയ്ക്ക് സമാധാനായി, വീട്ടുകാർക്ക് സമാധാനായി. പിന്നെ നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിച്ചു, അവരുടെ കടം കൊടുത്തു വെട്ടി. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാ, ഉംറക്ക് പോകാൻ വെച്ച ഒരു പൈസ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വമൻ കഫ ഗലബഹു സതറല്ലാഹു ഔറതഹു. ദേഷ്യം നമ്മൾക്ക് പെട്ടെന്ന് വരുന്നവരാണ്, ദേഷ്യം പെട്ടെന്ന് വരും നമ്മൾക്ക്, അല്ലേ? ദേഷ്യം പെട്ടെന്ന് വരും. ദേഷ്യം വരുമ്പോഴാണ് അത് ആക്ഷനിലേക്ക് മാറുന്നത്. ആദ്യം വാക്കുകളിലൂടെ തെറിയായിരിക്കും, പിന്നെ ആ തെറിയൊക്കെ മാറി കൈകളിലൂടെ അടിയായിരിക്കും. പിന്നെ അതുകൊണ്ട് സ്വന്തം ദേഷ്യത്തെ ഒരാൾക്ക് കടിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ, ഭാര്യ മോശമായി പെരുമാറുമ്പോൾ അവിടെ ഭാര്യയോട് മോശമായി പെരുമാറാതെ അത് കടിച്ചു പിടിക്കാൻ നമ്മൾക്ക് സാധിക്കുകയാണെങ്കിൽ, അധ്യാപകർ ശിഷ്യന്മാര് മോശമായി പെരുമാറുമ്പോ അവരോട് മോശമായി പെരുമാറാതെ അവരിങ്ങോട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ചവരോട് മാന്യമായി പെരുമാറാൻ കഴിഞ്ഞാൽ, നമ്മൾക്ക് പാരവെക്കുന്ന നമ്മുടെ സംഘടനാ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ നമ്മുടെ ശത്രുക്കളായ ചില ആളുകളുണ്ടാകും. അത്തരം ആളുകൾ പാരവെക്കാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്നവരായിരിക്കും. വളരാൻ അനുവദിക്കാതെ എങ്ങനെയെങ്കിലും തകർക്കണമെന്ന് അതിനുള്ള തക്കം കാത്തു നിൽക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂടെയുണ്ടാകും. അവരെ പിടിക്കപ്പെട്ടാൽ വരെ ദേഷ്യം കടിച്ചു പിടിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, വളരെ നിഷ്ഠൂരമായി തന്റെ മകനെ ആളുകൾ കൊന്നു കളഞ്ഞു എന്നറിഞ്ഞിട്ടും ദയവ് ചെയ്ത് നിങ്ങൾ ഒരാളും അതിന്റെ പേരിൽ ഇവിടെ അക്രമങ്ങൾ അഴിച്ചുവിടരുത്. ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നിങ്ങൾ ആരെങ്കിലും അതിന്റെ പേരിൽ അക്രമം നടത്തിയാൽ 10-30 വർഷക്കാലമായി ജോലി ചെയ്യുന്ന ഞാൻ എന്റെ ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്ന് ധീരമായി പ്രഖ്യാപിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെ മാതൃകായോഗ്യനായ ഒരു ഉസ്താദ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ ഇവിടെയുള്ള ഒരു ഹൈന്ദവ വിശ്വാസിയുടെ, ഒരു മുസ്ലിം സഹോദരന്റെ, മുസ്ലിം സുഹൃത്തുക്കളുടെ ദേവാലയങ്ങൾക്ക് പോറലേൽക്കരുത് എന്ന് മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഇതാണ് നമ്മൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ദേഷ്യം കടിച്ചു പിടിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ ന്യൂനതകളെ മറച്ചു വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ വമൻ കളമ ഗൈലഹു വലൗ ശാഅ അയ്യുംലിഹു അല്ലാഹ്. ഇനി വന്നിട്ട് ഒരാൾ അടിച്ച ആൾക്ക് തിരിച്ചടിക്കാൻ കഴിയാം. പക്ഷേ അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചിട്ട് ഒരാൾ തിരിച്ചടിച്ചില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ അയാൾക്ക് പ്രതീക്ഷയോടെ മഹ്ശറ ലോകത്തേക്ക് കടന്നു പോകാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിച്ചു, തിരിച്ചടിക്കാൻ കഴിയാം, കൊട്ടേഷൻ ഇടാൻ കഴിയാം, പോലീസിൽ പോയി കേസ് കൊടുക്കാൻ കഴിയാം, എല്ലാം കഴിയാം. എന്നിട്ട് അതിനൊന്നും നിൽക്കാതെ കുഴപ്പമില്ല, പാവല്ലേ, അറിയാതെ ചെയ്തതല്ലേ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഈ രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാൻ നമ്മൾക്ക് സാധിച്ചാൽ നാളെ ആഖിറത്തിലേക്ക്, പാരത്രിക ലോകത്തേക്ക് പ്രതീക്ഷയോടെ കടന്നു പോകാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേൾക്കണം, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഇനി കേൾക്കണം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ മശാ മഅ അഖീഹി ഫീ ഹാജ, ഒരാളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി അയാളുടെ കൂടെ നടന്നാൽ, അഥവാ നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി അവരുടെ കല്യാണത്തിന് വേണ്ടി ഉപ്പ പ്രയാസപ്പെടുന്നത് കാണുമ്പോ അയാളുടെ കൂടെ നടന്നിട്ട് നാട്ടിലുള്ള മുതലാളിമാരോട് പോയിട്ട് ഒരു പവന്റെ കാശ്, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും പിരിവ് നടത്തി, മഹല്ലിൽ വെച്ച് പിരിവ് നടത്തി ഉപ്പയോട് വിളിക്കണ്ട, ആ ഉപ്പ
ഉപ്പയെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് യാചിക്കാൻ ഇറക്കി വിടാതെ ഉപ്പയോട് പറഞ്ഞ് നിങ്ങൾ വിശ്രമിച്ചോളൂ, ഞങ്ങൾ ചെയ്തു തരാം. എന്നിട്ട് നമ്മൾ സ്വയം ആ കാര്യം ഏറ്റെടുത്ത് നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം സജീവമായി നാട്ടിലുള്ള മുതലാളിമാരെ കണ്ടിട്ട്, ഗൾഫിലും നാട്ടിലുള്ള ചെറുപ്പക്കാരെ കണ്ടിട്ട്, പള്ളിയിൽ നിന്ന് പിരിവെടുത്തിട്ട് പുറം നാടുകളിൽ നിന്ന് നമ്മൾ അറിയുന്നവരോട് ചെറിയ ചെറിയ തുകകളെല്ലാം ചോദിച്ച് ആ പിതാവിന്റെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നടന്നാൽ നാളെ എല്ലാവരുടെയും കാല് ഇടറിപ്പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ കാല് ഇടറൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. അസ്ബതല്ലാഹു ഖദമഹു യൗമ തസൂലുൽ അഖ്ദാം. എല്ലാവരുടെയും കാൽപാദങ്ങൾ ഇടറിപ്പോകുന്ന, വിറച്ചു പോകുന്ന ഒരു സമയം വരാനുണ്ട്. ആ സമയത്ത് നിങ്ങൾ വിറക്കുകയോ നിങ്ങളുടെ കാൽപാദങ്ങൾ ഇടറുകയോ നിങ്ങൾക്ക് പേടി വരികയോ ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അല്ലാഹുവിന്റെ സ്നേഹം ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലാഹുവിന്റെ സഹായം ആഗ്രഹിക്കുന്ന ആളുകൾ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നാട്ടുകാരെ സഹായിച്ചുകൊണ്ടേയിരിക്കുക. എന്നാണോ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെക്കുന്നത്, എന്നാണോ നമ്മുടെ പൊതുപ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെക്കുന്നത്, എന്നാണോ സാമൂഹിക സേവനങ്ങൾ നമ്മൾ നിർത്തിവെക്കുന്നത്, അന്നത്തോടുകൂടി അല്ലാഹുവിന്റെ സഹായം നമ്മളിലേക്ക് വരുന്നത് അല്ലാഹു നിർത്തിവെക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ അവിടെ KMCCയുടെ പ്രവർത്തകരെ കാണാം. ഏത് GCCയുടെ ഏത് രാഷ്ട്രങ്ങളിലാണെങ്കിലും ശരി, വളരെ സജീവമായി നാട്ടുകാരുടെ നന്മയ്ക്ക് മതമേതെന്ന് ജാതിയേതെന്ന് നോക്കാതെ വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന എത്രയോ KMCCയുടെ പ്രവർത്തകരെ കാണാം. അവർ വീട് വെച്ചു കൊടുക്കാറുണ്ട്, അവിടെ മുസ്ലിമാണോ അല്ലേ എന്ന് നോക്കാറില്ല. എത്രയോ അമുസ്ലിം സഹോദരങ്ങൾക്ക് ബൈത്തുർ റഹ്മകൾ അവർ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ നാട്ടിൽ വരെ കാസർഗോഡ് ജില്ലയുടെ ദുബായ് KMCC, ഷാർജ KMCC ആണെന്ന് തോന്നുന്നുണ്ട്, എന്റെ നാട്ടിലുള്ള ഒരു ഹൈന്ദവ സഹോദരന് ബൈത്തുർ റഹ്മ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രയത്നത്തിലാണ്, അതിനുള്ള അധ്വാനത്തിലാണ് അങ്ങ് ഷാർജയിലുള്ള നമ്മുടെ പ്രവർത്തകർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സഹായം എത്ര കാലം നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം അല്ലാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാകും.